ഹായ്. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്ന പോർഷൻ എന്ന് പറയുന്നത് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ആണ്. ഈ പോർഷൻ എന്ന് പറയുന്നത് UGC നെറ്റ് കൊമേഴ്സ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ UG PG സ്റ്റുഡൻസ് ആയിക്കോട്ടെ, ഇവർക്കെല്ലാം റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ പോർഷൻ ആണ് ഈ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത്. ഇവിടെ തിയറി പോർഷൻ മാത്രമല്ല, പ്രാക്ടിക്കൽ ആയിട്ടുള്ള പ്രോബ്ലം ക്വസ്റ്റ്യൻസും നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടന്റ് പോർഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഫുൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അതുപോലെ എന്തിനാണ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് നമ്മൾ പഠിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ടാക്സ് ഫയൽ ചെയ്യുന്നത് റെസിഡൻഷ്യൽ സ്റ്റാറ്റസിന്റെ ബേസിസിലായിരിക്കും. ഒരാൾ റെസിഡന്റ് ആണോ അല്ലയോ എന്നതിനെ ബേസ് ചെയ്തിട്ടിരിക്കും അയാളുടെ കയ്യിൽ നിന്ന് ടാക്സ് ഈടാക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. അപ്പൊ നമ്മൾ നോക്കുമ്പോഴത്തേക്കും കാണാൻ പറ്റും, സെക്ഷൻ 6 റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ഇൻഡിവിജ്വൽ എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് നോക്കുമ്പോഴത്തേക്കും ഇവിടെ 2 കാറ്റഗറിയാണ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസിൽ വരുന്നത്. ആദ്യത്തേന്ന് പറയുന്നത് റെസിഡന്റ്, രണ്ടാമത്തേത് നോൺ റെസിഡന്റ്. ഒരാള് റെസിഡന്റ് ആണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ബേസിക് കണ്ടീഷൻസ് നോക്കിയിട്ടായിരിക്കും. ബേസിക് കണ്ടീഷൻസ് എന്ന് പറയുന്നത് 2 എണ്ണമാണ്. അതിൽ ഏതെങ്കിലും ഒരെണ്ണം സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ അയാൾ ഒരു റെസിഡന്റ് ആകും. ഒരെണ്ണം പോലും സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അയാൾ ഒരു നോൺ റെസിഡന്റ് ആയിട്ട് മാറും. അപ്പം ബേസിക് കണ്ടീഷൻസ് എന്ന് പറയുന്നതിൽ ആദ്യത്തെ എന്ന് പറയുന്നത് ദ അസസി ഈസ് ഇൻ ഇന്ത്യ ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ ഫോർ എ പീരീഡ് ഓഫ് 182 days ഓർ മോർ. ഈ അസസി എന്ന് പറയുന്ന ആള് 182 ദിവസമോ അതിൽ കൂടുതലോ ഇന്ത്യയിൽ താമസിച്ചിട്ടുണ്ട് പ്രീവിയസ് ഇയറിൽ എന്നുണ്ടെങ്കിൽ അയാളെ നമ്മൾ റെസിഡന്റ് ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യുക. അപ്പൊ ആദ്യം എന്താണ്, പ്രീവിയസ് ഇയറിൽ 182 days ഓർ മോർ അയാള് താമസിച്ചിട്ടുണ്ടായിരിക്കണം ഇന്ത്യയിൽ. ഇതൊക്കെ കീ വേർഡ്സ് ആണ്. ഇത് ഉറപ്പായിട്ടും എക്സാമിന് എഴുതണം, എന്നാൽ മാത്രമേ മാർക്ക് കിട്ടത്തുള്ളൂ. പ്രീവിയസ് ഇയറിലാണ് 182 days വേണ്ടത്. ഇന്ത്യയിൽ ആ ആള് 182 days പ്രീവിയസ് ഇയറിൽ താമസിച്ചിട്ടുണ്ടായിരിക്കണം. പിന്നെ വരുന്നത് ഓർ ആണ്. ഓർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ അയാൾ ഒരു റെസിഡന്റ് ആയി. അതുകൊണ്ടാണ് ഇവിടെ ഓർ വന്നിരിക്കുന്നത്. അപ്പം രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് അസസി ഈസ് ഇൻ ഇന്ത്യ ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഇയർ ഫോർ എ പീരീഡ് ഓഫ് 60 days ഓർ മോർ. നമുക്ക് ഇതിനെ രണ്ടായിട്ട് കട്ട് ചെയ്യാം. ആദ്യത്തെ സെക്കൻഡ് പോയിന്റിലെ ആദ്യത്തെ പാർട്ട് എന്ന് പറയുന്നത് ഇവിടെ പ്രീവിയസ് ഇയർ തന്നെയാണ്. 60 ദിവസമോ അതിൽ കൂടുതലോ പ്രീവിയസ് ഇയറിൽ ഇന്ത്യയിൽ താമസിച്ചിട്ടുണ്ടായിരിക്കണം. അത് മാത്രമല്ല, ഒപ്പം തന്നെ, കാരണം ഇവിടെ ആൻഡ് ആണ്, ഹാസ് ബീൻ ഇൻ ഇന്ത്യ ഫോർ എ പീരീഡ് ഓഫ് 365 days ഓർ മോർ ഡ്യൂറിംഗ് ദ 4 preceding പ്രീവിയസ് ഇയർ. 60 ദിവസമോ അതിൽ കൂടുതലോ പ്രീവിയസ് ഇയറിൽ താമസിച്ചിട്ടുണ്ടായിരിക്കണം. അതിനോടൊപ്പം തന്നെ 365 ദിവസം 4 preceding പ്രീവിയസ് ഇയർ നോക്കുമ്പോഴത്തേക്കും അയാൾ താമസിച്ചിട്ടുണ്ടായിരിക്കണം. അതായത് പ്രീവിയസ് ഇയറിന് മുമ്പുള്ള 4 വർഷം നോക്കുമ്പോഴത്തേക്കും 365 ദിവസം ആ ആള് താമസിച്ചിട്ടുണ്ടായിരിക്കണം. അപ്പം ഇവിടെ ഓർ കണ്ടീഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഈ 2 കണ്ടീഷനിൽ ഏതെങ്കിലും ഒരെണ്ണം സാറ്റിസ്ഫൈ ചെയ്താൽ അയാൾ ഒരു റെസിഡന്റ് ആയി. പിന്നെ രണ്ടാമത്തെ പോയിന്റ് നോക്കുമ്പോൾ 60 days ഓർ മോർ പ്രീവിയസ് ഇയറിലും ഒപ്പം തന്നെ 365 ദിവസം എന്ന് പറയുന്നത് 4 preceding പ്രീവിയസ് ഇയർ നോക്കുമ്പോൾ അയാൾ ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം എന്നതാണ്. ഇത് മനസ്സിലായല്ലോ. ബേസിക് കണ്ടീഷനിൽ ഏതെങ്കിലും ഒരെണ്ണം സാറ്റിസ്ഫൈ ചെയ്താൽ റെസിഡന്റും, ഒന്നുപോലും സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നോൺ റെസിഡന്റും ആയിരിക്കും. റെസിഡന്റിനെ തന്നെ നമ്മൾ 2 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. റെസിഡന്റ് ആൻഡ് ഓർഡിനറിലി റെസിഡന്റും റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറിലി റെസിഡന്റും. ഈ ROR ആണോ RNOR ആണോ എന്ന് തീരുമാനിക്കുന്നത് അഡീഷണൽ കണ്ടീഷനെ ബേസ് ചെയ്തിട്ടാണ്. റെസിഡന്റ് ആണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്ന ബേസിക് കണ്ടീഷനും റെസിഡന്റ് സബ് കാറ്റഗറി ആയിട്ടുള്ള ROR ആണോ RNOR ആണോ എന്ന് തീരുമാനിക്കുന്നത് അഡീഷണൽ കണ്ടീഷൻസും നോക്കിയിട്ടായിരിക്കും. അഡീഷണൽ കണ്ടീഷൻസിലെ ആദ്യത്തെ എന്ന് പറയുന്നത് അസസി ഹാസ് ബീൻ റെസിഡന്റ് ഇൻ ഇന്ത്യ അറ്റ് ലീസ്റ്റ് 2 out of 10 preceding പ്രീവിയസ് ഇയർ. പ്രിസീഡിംഗ് പ്രീവിയസ് ഇയർ നോക്കുമ്പോഴത്തേക്കും, അതായത് 10 preceding പ്രീവിയസ് ഇയർ നോക്കുമ്പോഴത്തേക്കും 2 തവണ ആള് റെസിഡന്റ് ആയിരിക്കണം, അതായത് ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ഇവിടെ എന്താണ്, ആദ്യത്തെ 10 preceding പ്രീവിയസ് ഇയർ നോക്കുമ്പോൾ 2 തവണ ആള് റെസിഡന്റ് ആയിരിക്കണം എന്നാലാണ് ആദ്യത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുക. പിന്നെ ഇവിടെ നോക്കിയാൽ നമ്മൾ കാണുന്നത് ആൻഡ് ആണ്. ആൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ ആ ഒരാള് ROR ആയിട്ട് മാറത്തുള്ളൂ. പിന്നെ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ ആള് RNOR ആയിട്ട് മാറുക ചെയ്യുന്നത്. പിന്നെ രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് SSC ഹാസ് ബീൻ ഇൻ ഇന്ത്യ ഫോർ എ പീരീഡ് ഓഫ് 730 days or more during the 7 preceding previous year. പ്രീവിയസ് ഇയറിന് മുമ്പുള്ള 7 വർഷം നോക്കുമ്പോഴത്തേക്കും 730 days എന്ന് പറയുന്നത് അല്ലെങ്കിൽ 730 daysോ അതിൽ കൂടുതലോ ആള് ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. ഈ രണ്ട് കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്താൽ അയാൾ ഒരു ROR ആണ്. രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം സാറ്റിസ്ഫൈ ചെയ്താൽ അയാൾ ഒരു RNOR ആണ്. പിന്നെ ഒരു സ്പെഷ്യൽ കണ്ടീഷൻ വരുന്നത് എന്താന്ന് വെച്ചാൽ, ഇവിടെ റെസിഡന്റ് കാറ്റഗറി നമ്മൾ പറഞ്ഞപ്പം ഈ ഒന്നോ അല്ലെങ്കിൽ രണ്ടാമത്തെയോ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ അയാൾ ഒരു റെസിഡന്റ് ആണ് എന്ന് ഞാൻ പറഞ്ഞായിരുന്നു. പക്ഷെ ഒരു സ്പെഷ്യൽ കണ്ടീഷൻ കയറി വരും. അതായത് ഈ രണ്ടാമത്തെ കണ്ടീഷനെ തന്നെ നമ്മളിവിടെ 60 daysന് പകരം 120 days ആയിട്ട് എടുക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ സിറ്റിസൺ ഓഫ് ഇന്ത്യയോ അല്ലെങ്കിൽ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിനോ ആയിരിക്കാം. പക്ഷെ അയാൾ ഇപ്പം കറന്റ് ഇന്ത്യയിലല്ല. അതായത് ഒരു എംപ്ലോയ്മെന്റ് ആവശ്യത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ തവണ ആക്സിലറേറ്റഡ് അസസ്മെന്റ് കണ്ടപ്പോൾ നമ്മൾ ഷിപ്പിംഗ് ബിസിനസ്സിന് പോകുന്ന ക്രൂവില് കണ്ടായിരുന്നു. അപ്പം അങ്ങനത്തെ സിറ്റുവേഷനിലൊക്കെ ഉള്ള ഒരാളാണ്. ഇന്ത്യൻ സിറ്റിസൺ ആകാം അല്ലെങ്കിൽ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ ആകാം. അയാളുടെ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത് 15 ലക്ഷത്തിൽ കൂടുതലാണ് എന്നുണ്ടെങ്കിൽ ആ ആൾക്ക് ഇവിടെ വരുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് 120 days ആയിരിക്കും ഇൻസ്റ്റെഡ് ഓഫ് 60 days. അപ്പം ഇതാണ് നമ്മൾ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെയാണ് നമ്മൾ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കണ്ടുപിടിക്കുന്നത്. ഇനി ഒന്നുകൂടെ ഒന്ന് സമ്മറൈസ് ചെയ്യുവാണെങ്കിൽ 2 കാറ്റഗറി ആണുള്ളത്, റെസിഡന്റ്, നോൺ റെസിഡന്റ്. റെസിഡന്റ് ആണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ബേസിക് കണ്ടീഷൻസ് നോക്കിയിട്ടാണ്. 2 കണ്ടീഷൻ ആണുള്ളത്. ആദ്യത്തേത് പ്രീവിയസ് ഇയറിൽ 182 days ഓർ മോർ ആ ആള് ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ രണ്ടാമത്തെ കണ്ടീഷൻ ആയിട്ടുള്ള 60 daysോ അതിൽ കൂടുതലോ പ്രീവിയസ് ഇയറിൽ ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. ഒപ്പം തന്നെ 365 ദിവസം 4 പ്രിസീഡിങ് പ്രീവിയസ് ഇയർ നോക്കുമ്പോൾ അയാൾ ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. ഈ രണ്ടെണ്ണത്തിൽ ഏതെങ്കിലും ഒരെണ്ണം സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ അയാൾ ഒരു റെസിഡന്റ് ആണ്. ഒന്നുപോലും സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അയാൾ ഒരു നോൺ റെസിഡന്റ് ആണ്. പിന്നെ അഡീഷണൽ കണ്ടീഷൻ വെച്ച് നോക്കുമ്പോഴത്തേക്കും ആദ്യത്തെ എന്ന് പറയുന്നത് 10 പ്രിസീഡിങ് പ്രീവിയസ് ഇയർ നോക്കുമ്പം 2 വർഷം ആൾ ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ റെസിഡന്റ് ആയിരിക്കണം. അതുപോലെ തന്നെ 7 പ്രിസീഡിങ് പ്രീവിയസ് ഇയർ നോക്കുമ്പോൾ 730 ദിവസമോ അതിൽ കൂടുതലോ ആള് ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. ഈ 2 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ അയാൾ ഒരു ROR ആണ്. ഇതിൽ ഒരെണ്ണം മാത്രമേ സാറ്റിസ്ഫൈ ചെയ്യുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ അയാൾ ഒരു RNOR ആണ്. അപ്പം ഇന്നത്തെ പോർഷൻ ഇത്രയുമാണ്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് പറയുന്നത് ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആയിരിക്കും. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ റിപ്പറ്റേറ്റീവ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ടോപ്പിക് ആണ് ഇത്.